എന്തുവാ പോയേ? എന്നാടാ എന്തുകൂടെ നീ ആളെ കൊല്ലോ? കാര്യം പറയടാ. കൊല്ലും. ഞാനല്ല, അവരോ അവളെ പിന്നാലെ ഉണ്ട്. എടാ അവിടെ ആരും കാണുന്നില്ലല്ലോ. ആരടാ? എടാ നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഇതൊന്നും അത്ര നല്ലതല്ലെന്ന്. എടാ, ഒരു പെണ്ണിനോട് പ്രണയം തോന്നുന്ന വലിയ തെറ്റുള്ള കാര്യമൊന്നുമല്ല. എന്നിട്ട് നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? എടാ പിറകെ നടന്ന് ശല്യപ്പെടുത്തി പിടിച്ചു വാങ്ങുന്നതല്ല സ്നേഹം. നിനക്ക് അവളോട് താല്പര്യം തോന്നി, അവക്കത് ഇഷ്ടമല്ലെന്ന് അവൾ തുറന്നു പറഞ്ഞു. പിന്നെ നീ എന്തിനാടാ അവളുടെ പിറകെ നടന്ന് ശല്യപ്പെടുത്തിയത്? അതുകൊണ്ടല്ലേ അവൾ അവളുടെ വീട്ടിൽ പറഞ്ഞത്. അവളെ വീട്ടുകാരെന്ന് കിട്ടുമ്പോൾ പഠിച്ചോളൂ. നിങ്ങൾ എല്ലാരും കൂടെ എന്നെ ഇട്ട് ഇങ്ങനെ വിഷമിപ്പിക്കാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞാ. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. നീ തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടേലും മാറിയിരിക്കും. അതായിരിക്കും നല്ലത്. കുറച്ച് ദിവസം നിന്നെ നാട്ടിൽ കാണാതിരിക്കുമ്പം അവരിതൊക്കെ ഞാൻ കളയും. എടാ അളിയന്മാരെ, ഞാനിതെങ്ങോട്ട് പോനാ? എന്റെ വീട്ടിൽ ഞാൻ എന്തോ പറയും? അതൊന്നും ഞങ്ങൾക്കറിയത്തില്ല. കുറച്ചാൾ മാറിയിരിക്കുന്നതായിരിക്കും നിന്റെ ആരോഗ്യത്തിന് നല്ലത്. എനിക്ക് പറ്റില്ല. അങ്ങനെ മാറി നിൽക്കാനാണെങ്കിൽ ഞാൻ മാത്രമല്ല, നിങ്ങൾ മാറിക്കേണ്ടി വരും. ഇവൻ എന്തോടായി പറയുന്നേ? ഞങ്ങളോ? എന്തിന്? നിങ്ങളും കൂടെ അറിഞ്ഞോണ്ടാ ഞാൻ അവളുടെ പിറകെ നടക്കുന്നെന്ന് അവർക്കറിയാം. അതുകൊണ്ട് എന്നെ പോലെ നിങ്ങളും തെറ്റിയാറല്ലേ? അങ്ങനെ നോക്കുമ്പോ നിങ്ങൾക്ക് വടിയിട്ടാ സാധ്യതയുണ്ട്. എന്റെ ഡിങ്ക, ചതിച്ചല്ലോടാ നീ. എന്നാ പിന്നെ നമുക്ക് പോവാല്ലേ? എങ്ങോട്ട്? റെഡ് ഹൗസ്. റെഡ് ഹൗസ്? അതെവിടെ? കുറച്ച് ദൂരെയാ. അവിടെ നമ്മളെ തിരക്കി ആരും വരില്ല. നമ്മളവിടെ സേഫ് ആയിരിക്കും.
ഇവിടെ ഒരു നായ പോലും കാണുന്നില്ലല്ലോ. ഇനി ഒരുപാട് ദൂരം പോണോ? ദൂരം കൂടുന്നതായിരിക്കും നല്ലത്. ഇനി അധിക ദൂരമില്ല, റെഡ് ഹൗസ് എത്താറായി. ഓഹോ, അപ്പൊ ഇതാണല്ലേ റെഡ് ഹൗസ്. സുന്ദരം, ശാന്തം, സമാധാനം, ഒളിവിൽ കഴിയാൻ പറ്റിയ സ്ഥലം. അങ്ങനെ സമാധാനത്തിൽ കഴിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. ഷാജിക്കള് വല്ലതും ആണോ? ചുമ്മാ പേടിപ്പിക്കാടാ. അവിടെ ആരോ. ആര്? ആര്? അവിടെ ആരും ഇല്ലല്ലോടാ. നിനക്ക് തോന്നിയതാവും. ഞാൻ കണ്ടതാ രണ്ട് ഉണ്ട കണ്ണുകള്. വാടാ, നീ ഇങ്ങോട്ട് കയറ. രണ്ടുണ്ട, വാടാ. ബാഗിൽ താക്കോലുണ്ട്, എടുക്ക്. ചെറിയ ഉറയിലല്ലേ? താക്കോലി പോലും ഒരു ദുരൂഹത ഉണ്ടല്ലോ. ഇതെന്താ തന്നെ അടയുന്ന കഥ? എത്ര നാളും ഞാൻ ഒളിവിൽ കഴിയേണ്ടി വരുമോ ആവോ. വന്നപ്പം മുതൽ തുടങ്ങിയതാ ഈ കതവിൽ തട്ടുന്ന ശബ്ദം. ഇത് അയാളാ? ആര്? വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ, രണ്ട് കണ്ണുകൾ. ആരായാലും പേടിക്കും. ഇതിപ്പോ വെള്ളം കണ്ട് പേടിച്ച് വള്ളത്തിൽ കയറിയപ്പം വള്ളത്തിലും വെള്ളം എന്ന് പറഞ്ഞ അവസ്ഥയായി. നിങ്ങൾ കഴിക്ക്, ഞാൻ നോക്കിയിട്ട് വരാം. അവിടെ ഒന്നും ആരുമില്ല, ഗേറ്റ് പോലും ആരും തുറന്നിട്ടില്ല. ഇതുവല്ല പ്രേതാലം വല്ല ആണോടാ? വന്നപ്പം മുതലൊരു ദുരൂഹതയുണ്ട്. അതിവിടെ വന്നപ്പോ മുതൽ എനിക്കും തോന്നിയതാ. നിങ്ങളേതായാലും കഴിക്ക്, ബാക്കി നാളെ നോക്കാം.
തൂടാ എന്തുടാ? എന്തുപറ്റി? അയാൾ അങ്ങോട്ട് വരുന്ന സ്വപ്നം കണ്ടാ? അയാള് എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കിടന്നിട്ട് രാത്രി സ്വപ്നം കണ്ട് മനുഷ്യന്റെ ഉറക്കം കിടന്ന് കിടന്നുറങ്ങടാ. കിടന്നുറങ്ങ. കിടക്കടാ. ഡാ എഴുന്നേറ്റ് നോക്കടാ, ആരോ വിളിക്കുന്നു. ഡാ ഡാ എണീക്കടാ, ഒന്ന് നോക്കടാ. ആരടാ വിളിക്കാൻ? എന്നാലും ആരായിരിക്കും ഇവിടെ ഒന്ന് കഥകിൽ തട്ടാൻ? ഇനി ഉമ്മാര് പറഞ്ഞാലെന്തെങ്കിലും സത്യം ഉണ്ടാവോ? എഴുന്നേക്കടാ. അയാളൊന്ന് നോക്കിട്ട് പോയടാ, ഞാൻ കണ്ടതാടാ. അയാൾക്ക് രണ്ട് കൊടുത്താലോ? ഉള്ള മനസമാധാനം കളഞ്ഞ കൊല്ലുഞ്ഞാള്. എന്താടാ? ഞങ്ങള് കണ്ടതയാളെ. ഇപ്പൊ ഇതോടെ പോയി രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട്. അയാളാ വന്ന് കഥ നേട്ടുന്നത്. അങ്ങനെയാണല്ലേ, ഒരിക്കൽ കൂടി ഇതുണ്ടായ ശരിയാക്കാം നമുക്ക് അയാളെ. അതിനുള്ള ആയുധമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. വേഗം വാടാ. വാ, ഇവിടെ ഉണ്ട്. നിക്കടാ അവിടെ. കയ്യും കാലും ഇന്നത്തോടെ അവൻ നിർത്തണോ? അവന്റെ കഥകിന് മുട്ടല് വന്നപ്പോ തൊട്ട് തുടങ്ങിയ നിന്റെ ഒരു കഥകിന് മുട്ടല് കൊള്ളോ. ഇനി മേലാ നീ ഒരു കഥകിനും മുട്ടരുത്. നീ അടിച്ച അവൻ തീർന്നു പോവും. മനസ്സമാധാനത്തിന് വേണ്ടി ഇങ്ങോട്ട് വന്നത്. ഇന്നെങ്കിലും സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം. അവന്റെ ഒരു കഥവിന് മുട്ടല് ഇന്നത്തോടെ തീർന്നല്ലോ. എന്തായാലും ഇനി എന്തായാലും അവന്റെ ഒരു ശല്യം ഉണ്ടാകത്തില്ല. അവന്റെ ഒരു കഥവിന് മുട്ടല്.
ചിലപ്പോ ഇതായിരുന്നു ആ ശബ്ദം. ഇത് കാറ്റത്ത് കഥവിന് തട്ടുന്നാടാ. പാവപ്പെട്ടവനെ അടിച്ച് പഞ്ചറാക്കിയല്ലോടാ. വീണ്ടും കുരുക്കായല്ലോ എൻ്റെ ഡിങ്കാ.